അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. 20-ാം നൂറ്റാണ്ടിലെ ആഗോള രാഷ്ട്രീയത്തിൻ്റെയും സാമൂഹിക ഘടനത്തിൻ്റെയും ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച രണ്ട് പ്രബല പ്രത്യയശാസ്ത്രങ്ങളാണ് ഇസ്ലാമും കമ്മ്യൂണിസവും എന്നുള്ളത്. ഈ കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ ഈ ലോക രാജ്യത്ത് മതം എന്നത് ആവശ്യമില്ല, മനുഷ്യന് സ്വതന്ത്രമായി അവനെ നിയന്ത്രിക്കാൻ കഴിയും എന്നൊരു ആശയവുമായി മുന്നോട്ട് വരുന്ന ഒരു സംഘടനയാണ്. ഇതിൽ നമ്മൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ്, മതം ഈ ലോകത്ത് ആവശ്യമാണോ അല്ലയോ എന്നത്. നമുക്കറിയാം, ഒരു മനുഷ്യന് പൂർണ്ണമായും അവന് സ്വാതന്ത്ര്യം നൽകിയാൽ അവന്റെ പ്രവൃത്തികൾ ഏത് അറ്റം വരെ പോകുമെന്ന്. എന്നാൽ മനുഷ്യരുടെ പ്രവൃത്തികൾക്ക് അതിരിടുന്ന ഒന്നാണ് മതം എന്ന് പറയുന്നത്. മതത്തിലെ വിധിവിലക്കുകൾ ഒരു മനുഷ്യനെ തെറ്റുകൾ ചെയ്യുന്നതിൽ നിന്ന് കുറയ്ക്കുകയും അതിൽ നിന്ന് പിന്തിരിയാൻ അവനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് ഭരണമുള്ള സ്ഥലങ്ങളിൽ മുസ്ലിങ്ങളുടെ അവസ്ഥ. അതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് 1949 ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന് ശേഷം ഉണ്ടായത്. അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുകയും അവർക്കെതിരെ പരസ്യമായി ആരാധന കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു. മാത്രമല്ല, അവരെ കൊണ്ട് പന്നിയിറച്ചി ഭക്ഷിക്കാൻ നിർബന്ധിക്കുകയുമുണ്ടായി. ഈ കമ്മ്യൂണിസം എന്ന് പറയുന്നതിൻ്റെ ആശയങ്ങളിൽപ്പെട്ട ഒന്നാണ് വർഗസമരം എന്നുള്ളത്. കമ്മ്യൂണിസ്റ്റ് ആശയപ്രകാരം അവർ രണ്ട് വർഗങ്ങളായി മനുഷ്യരെ തിരിച്ചിട്ടുണ്ട്. ഒന്ന് മുതലാളിത്ത വർഗവും, രണ്ട് തൊഴിലാളി വർഗവും. രണ്ടാമത്തെ അവരുടെ ആശയമാണ് മുതലാളിത്ത ചൂഷണം എന്നുള്ളത്. അതിൽ അവർ പറയുന്നു, മുതലാളിമാർ അവരുടെ ലാഭത്തിന് വേണ്ടി തൊഴിലാളികളെ നല്ലോണം ചൂഷണം ചെയ്യുകയും അവർ ലാഭമുണ്ടാക്കുകയും തൊഴിലാളികൾക്ക് അർഹതപ്പെട്ട വരുമാനം നൽകാതിരിക്കുകയും ചെയ്യുന്നു എന്ന്. മൂന്നാമത്തെ ആശയമാണ് വിപ്ലവം എന്നുള്ളത്. ഇതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്, തൊഴിലാളികൾക്ക് വേണ്ടത്ര വരുമാനം കിട്ടിയില്ലെങ്കിൽ അവർ മുതലാളിമാർക്കെതിരെ വിപ്ലവം അയച്ചുവിടുകയും ഭരണം പിടിച്ചെടുക്കുകയും വേണം എന്നാണ്. നാലാമതായി അവർ പറയുന്നു സോഷ്യലിസം എന്നത്. വിപ്ലവത്തിന് ശേഷം ഒരു സോഷ്യലിസ്റ്റ് ഭരണകൂടം സ്ഥാപിക്കപ്പെടും. ഈ ഘട്ടത്തിൽ എല്ലാവിധ സ്വത്തുക്കളും ആ സോഷ്യലിസ്റ്റ് ഭരണകൂടത്തിന്റെ കീഴിലായി വരും. അഞ്ചാമത്തെ അവരുടെ പ്രഖ്യാപനമാണ്, സോഷ്യലിസ്റ്റ് ഭരണകൂടം അവിടെ സ്ഥാപിതമായാൽ പിന്നെ എല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ലയിച്ചു ചേരും. മാത്രമല്ല, അവിടെ പിന്നീട് ഒരു ഭരണകൂടത്തിന്റെ ആവശ്യമില്ല, മനുഷ്യൻ സ്വയം അവനെ നിയന്ത്രിക്കുമെന്നത്. ഇതിൽ
ഇസ്ലാം നേരെ വിപരീതമായാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇസ്ലാമിൽ എല്ലാ മനുഷ്യർക്കും വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാനാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇസ്ലാമിന്റെ സമ്പത്ത് അത് ഒരു വ്യക്തിക്ക് സമ്പത്ത് നേടാം, എന്നാൽ അത് അനാവശ്യമായി ദൂർത്തടിച്ച് കളയുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ കമ്മ്യൂണിസം ഭരണകൂടമുള്ള സ്ഥലങ്ങളിൽ ഒരു സ്വകാര്യ വ്യക്തിക്ക് അയാൾക്ക് സമ്പത്ത് സ്വകാര്യ സ്വത്തായി വെക്കാൻ സാധിക്കുകയില്ല, അത് പൊതു സ്വത്തായി മാറുകയാണ്. അത് ആ സ്വത്ത് അവർ ഉപയോഗിക്കുന്നത് തൻ്റെ രാഷ്ട്രത്തിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങളിലേക്കാണ്. മാത്രമല്ല അവർ ആവശ്യപ്പെടുന്നത് ഒരു വ്യക്തിയുടെ കഴിവും അയാളുടെ ആവശ്യവും അനുസരിച്ചാണ് അയാൾക്ക് സമ്പത്ത് വീതിച്ചു കൊടുക്കേണ്ടത് എന്നാണ്. എന്നാൽ ഇസ്ലാമിൽ എല്ലാവർക്കും തുല്യമായി അർഹതപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കാനാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇസ്ലാമിന്റെ സാമൂഹിക ഇടപെടലിൽ പെട്ടതാണ് സക്കാത്ത് എന്നുള്ളത്. പണക്കാരായ ആളുകൾ അവരുടെ സമ്പത്തിന്റെ ഒരു നിശ്ചിത ശതമാനം പാവപ്പെട്ടവർക്ക് നൽകണം, അത് നിർബന്ധമാണ്. അത് നൽകിയില്ലെങ്കിൽ അത് അവരുടെ മേൽ ഒരു കുറ്റമായി മാറും. എന്നാൽ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥയിൽ ഇങ്ങനെയൊന്ന് ഇല്ല. എല്ലാ സ്വത്തും അവിടെ ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ കീഴിലാണ് ഉണ്ടാവുക. മാത്രമല്ല ഇസ്ലാമിൽ പലിശ എന്നുള്ളത് പാവപ്പെട്ടവരെ ചൂഷണം ചെയ്ത് അവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നാണ്. അതുകൊണ്ട് പലിശ വാങ്ങിക്കൽ അത് ഹറാമാണ്. മാത്രമല്ല ഇസ്ലാമിൽ സമ്പാദിക്കേണ്ടത് ഹലാലായ മാർഗത്തിലൂടെയാണ്, വല്ല ജൂതാട്ടത്തിലൂടെയോ കള്ളക്കടത്തിലൂടെയോ അല്ല സമ്പാദിക്കേണ്ടത്. ഈ കമ്മ്യൂണിസത്തിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത് കറാൾ മാർക്സ് എന്ന ജർമ്മനിയിലെ റിയൽ പട്ടണത്തിൽ ജനിച്ച ഒരാളെ ആണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. വാർത്താവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.